കൂൺ കൃഷി പരിശീലന വീഡിയോകളുടെ മൂന്നാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ അത് രണ്ടാമത്തെ പാർട്ടിൻ്റെ ഒരു പൂർത്തീകരണമായി കണ്ടാൽ മതി. ഞാൻ പറഞ്ഞു വെച്ചിരുന്നു, പുതുതായി കൂൺ കൃഷി തുടങ്ങുന്നവർ ഒരു താൽക്കാലിക ഷെഡിൽ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മുറിയിൽ ഒക്കെ അവരുടെ ആദ്യ പരീക്ഷണങ്ങൾ നടത്തുന്നതായിരിക്കും ഉചിതമെന്ന്. അത് ഒന്നുകൂടി ഊന്നി പറയാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മളെ എവിടെ കൂൺ കൃഷി ചെയ്യുമ്പോഴും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, കൂൺ കൃഷിയുടെ പ്രധാന ആവശ്യങ്ങൾ നമ്മൾ അവിടെ ഒരുക്കിക്കൊണ്ട് വേണം അത് ചെയ്യാൻ. ഒരു 100 സ്ക്വയർ ഫീറ്റുള്ള ഒരു റൂം, വീടിൻ്റെ റൂമോ വീടിൻ്റെ പാർട്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടി പുതുതായിട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ചെറു ഷെഡോ ഒക്കെ ഇതിനെ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. ഉപേക്ഷിക്കപ്പെട്ട ഒരു ഏതെങ്കിലും ആവശ്യത്തിനുള്ള വിറകുപരിക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഷെഡുകൾ പോലും അല്ലെങ്കിൽ പഴയൊരു വീടിൻ്റെ പാർട്ടുകളോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2-3 കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നമ്മൾ കൂൺ കൃഷി ചെയ്യുമ്പോൾ അത് കൂൺ കൃഷിയാണെങ്കിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എലി പന്തളത്തുനിന്നും വരും എന്നാണ് ചൊല്ല്. അത് കണ്ണൂരുകാരാരാണ്ടാണ് പറഞ്ഞത് പന്തളത്തുനിന്ന് വരുമെന്ന്. പന്തളംകാരതിനെക്കുറിച്ച് എന്താ കണ്ണൂരിൽ നിന്ന് വരുമെന്നാണോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കൂൺ കർഷകരുടെയൊക്കെ മനസ്സിലും സ്വരത്തിലും വരുന്ന ഒരു കാര്യമാണ് ഈ എലിയുടെ ആക്രമം കൂൺ കൃഷിക്ക് ഒരു ഘട്ടത്തിൽ പല ഘട്ടത്തിൽ വലിയ ശല്യം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോഴും നമ്മൾ പുതുതായിട്ട് കൂൺ കൃഷിക്ക് ഏത് വലിയ ഷെഡോ ഏത് ചെറിയ ഷെഡോ ഒരുക്കുമ്പോഴും എലി അതിനകത്ത് കയറാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പല വീഡിയോകൾ അന്വേഷിച്ചാലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ പലരും അത് ക്രമീകരിക്കാറുമില്ല. ഹൈടെക് ഫാമുകളുടെ കാര്യത്തിൽ അതിനകത്തെ ഒരു പ്രത്യേക ഹൈടെക് ആണ് എന്നും ഉള്ളത് കൊണ്ട് മാത്രം എലി കയറില്ല എന്ന തെറ്റായ ധാരണയും പലർക്കുമുണ്ട്. അടുത്ത ദിവസം ഞാൻ കണ്ട നല്ല രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്ന ആ ഷെഡ് നല്ല വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത്, പൈസ മുടക്കി ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് ഒരു കുറ്റവും പറയാനില്ല, പക്ഷേ എലി കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ഏത് ചെറിയ ഷെഡോ ഏതോ വലിയ ഷെഡോ ഉണ്ടാക്കുമ്പോൾ പിന്നീട് വെക്കാതെ, ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞ ആ വേലികെട്ടിൻ്റെ ഭാഗം നിങ്ങൾ ഓർക്കുക. അപ്പോൾ എലി ഇതിനകത്ത് കയറരുത്, അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. നമ്മൾ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന 1/2 x 1/2 GI മെഷ്, അത് കോട്ടിംഗ് ഉള്ളതാണെങ്കിൽ വളരെ നല്ലത്. കാരണം കൂൺ ഷെഡ് എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കും. മറ്റ് നെറ്റുകൾ തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്, പെയിൻ്റ് അടിച്ചാലും ബുദ്ധിമുട്ടാണ്. അപ്പോഴതുകൊണ്ട് കോട്ടിംഗ് ഉള്ള GI മെഷുകൾ തന്നെ ഉപയോഗിക്കുക. അത് 1/2 ഇഞ്ച് x 1/2 ഇഞ്ചിലെ മെഷ് തന്നെ ഉപയോഗിക്കണം. അതിൻ്റെ ഇപ്പോൾ നമ്മൾ പുതിയ കൂൺ കർഷകർ വല്ല ഭിത്തിയുള്ള മുറികളിലോ ഷെഡുകളിലോ ആണോ ഇത് ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് കല്ലുകൊണ്ടോ ഇഷ്ടിക കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയ ഭിത്തിയിലാണ് ഭിത്തിയുള്ള റൂമുകളിലാണ് ചെയ്യുന്നതെങ്കിൽ മച്ചിൽ മാത്രം ഈ പറഞ്ഞ മെഷ് ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രം പോരാ, അത് ചെയ്താൽ മാത്രമേ അതിനകത്ത് വിജയിക്കുകയുള്ളൂ. ഈ അടുത്ത കാലത്ത് 2 റിട്ടയേർഡ് നഴ്സുമാർ ഞാനത് കണ്ടു. ഞാൻ പരിശീലനം കൊടുത്ത ആളുകളാണ്. അവരോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതാണ്. 200 ബെഡ് ക്രമീകരിച്ചിരുന്ന ഒരു റൂമിൽ ഒരു കൂണ് പോലും പറിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എലിശല്യം ഉണ്ടായി. അപ്പോൾ വലിയ സങ്കടം തോന്നി. അതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് 80% പിഴവ് എൻ്റേതാണെന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനകത്ത് ആ ഷെഡിൻ്റെ മുകളിൽ അതൊരു പഴയ വീടിൻ്റെ പൊളിച്ച് കളയാത്ത ഭാഗമായിരുന്നു. വളരെ നിഷ്പ്രയാസം മെഷ് ഉറപ്പിക്കാമായിരുന്നു, അവരത് ചെയ്തില്ല. അപ്പോൾ എന്തൊക്കെയായാലും നിരാശ, അവർ അത് തൽക്കാലം നിർത്തിവെച്ചു. കാരണം ഇത് വീട്ടുകാരുടെ സപ്പോർട്ട് കിട്ടില്ല. ആദ്യത്തെ കൃഷി തന്നെ പരാജയപ്പെടുമ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അവരുടെ ആളുകളെ കണ്ട് പറയുക ചെയ്തത്, ആ മെഷും കൂടി ഇട്ടാൽ അവർക്കത് വിജയിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ആ മെഷ് കൂടി ഉറപ്പിച്ച് അതിൻ്റെ പുറമെ മുകളിലെ മേച്ചിൽ ഷീറ്റ് എന്താണോ അതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ അടിയിലെ ചൂട് കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അത് അവിടെ കട്ടി കൂടിയ തെർമോക്കോൾ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കിട്ടും, അത് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ അടിയിൽ ഗ്രീൻ നെറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഭിത്തികൾ നിലവിലുള്ള ഷെഡുകളാണെങ്കിൽ അത് പഴയ ഭിത്തിയാണെങ്കിൽ വൈറ്റ് വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. തറ നിർബന്ധമായിട്ടും കോൺക്രീറ്റ് ചെയ്തിരിക്കുക. അവിടെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുക. ഇനി
പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കൂണ് വളരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ അത് വലിച്ച് പുറത്തേക്ക് തള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് കൂൺ ഷെഡിൻ്റെ ഒരു വശത്ത് അത് പുറത്തേക്ക് തന്നെ തുറന്നിരിക്കുന്ന മുറിയുടെ മറ്റേ അടുത്ത മുറിയിലേക്ക് തുറന്നിരിക്കുന്ന ഭാഗമാവരുത്. പുറത്തേക്ക് തുറന്നിരിക്കുന്ന ഭാഗത്ത് 2.5-3 അടി ഉയരത്തിൽ ഒരു എക്സോസ്റ്റ് ഫാന് പുറത്തേക്ക് വായു വലിച്ചു കളയുന്ന രീതിയിൽ ശ്രദ്ധിക്കണം. നമ്മൾ ബാത്റൂമിനൊക്കെ എക്സോസ്റ്റ് ഫാന് ചെയ്യുന്നത് പോലെ ഒരു 12 ഇഞ്ചിൻ്റെ ഒരു ഫാന് മേടിച്ചാൽ നമുക്കത് വേറെ ഷെഡ് ചെയ്യുമ്പോൾ പോലും എടുത്ത് ഉപയോഗിക്കാം. ഒപ്പം തന്നെ ഒരു 6-7 അടി ഉയരത്തിൽ അകത്തേക്ക് വായു പ്രവേശിക്കുന്ന വിധത്തിൽ ഒരു ഫാന് കൂടി സെറ്റ് ചെയ്യണം ഭിത്തിയിൽ. ഇത് രണ്ടും ചെയ്യാതെ കൂൺ കൃഷി ചെയ്താൽ ആണ് ഈ കൂണിൻ്റെ ആകൃതിയിൽ പലരും കൂൺ കൃഷി പുതുതായിട്ട് ചെയ്യുന്നവർക്ക് വരുന്നൊരു വിഷയം ഇതാണ്. കൂണിൻ്റെ ആകൃതി നഷ്ടപ്പെടുക, കാലുകൾക്ക് നീളം വല്ലാണ്ട് കൂടുക, ഉണ്ടാകുന്ന കൂണ് തന്നെ കരിഞ്ഞു പോകുക, അത്തരം വിഷയങ്ങൾ നമ്മൾ എത്ര നനച്ചാലും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനകത്ത് 2 വിഷയങ്ങളാണ് ഇതിനകത്ത് സംഭവിക്കുക. 2 ഫാനുകൾ വെക്കുന്നതോടുകൂടി ഷെഡിൽ നന്നായിട്ട് വായു സർക്കുലേഷൻ ഉണ്ടാവും. വായു സഞ്ചാരം നല്ല രീതിയിൽ വേണം. ഇത് മുഴുവൻ സമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓരോ മണിക്കൂറിൽ 20 മിനിറ്റൊക്കെ ഈ ഫാനുകൾ പ്രവർത്തിച്ചാൽ മതി. ഇത് എപ്പോഴും പോയി ഓരോ മണിക്കൂറിലും പോയി ഇത് ഓഫാക്കലും ഓണാക്കലും ഒന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫാനുകൾക്ക് രണ്ടിനും കൂടി കണക്ട് ചെയ്തിട്ട് ഒരു ടൈമർ സെറ്റ് ചെയ്യുകയാണ് നല്ലത്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഓഫായി 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഓണാകുന്ന വിധത്തിൽ അത് ക്രമീകരിച്ചാൽ ഷെഡിലെ വായു സഞ്ചാരവും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഒഴിവായി കിട്ടും. ഞാൻ വായു സഞ്ചാരത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നത് ഈർപ്പം നിലനിർത്താനുള്ള എന്നുള്ളതാണ്. ഈ കൂണ് പ്രത്യേകിച്ച് ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ പറയുക. ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ വളർച്ചയ്ക്ക് 26 ഡിഗ്രി ടെമ്പറേച്ചർ എന്നാണ് പറയുക. അത് 28 ആയാലും കൂണ് ഒരുവിധം ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും എന്ന് കണ്ടിട്ടുണ്ട്. 21 താഴോട്ടൊക്കെ പോകുമ്പോൾ വിരിയൽ കുറയുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ചില പുതിയ മെത്തേഡുകളിൽ മറ്റേ നമ്മൾ കൂടുതൽ തണുപ്പ് കൊടുത്തുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. AC യിലും മറ്റും കൂൺ കൃഷി ചെയ്യുന്നുണ്ട്, ഫാനും കൂടി ഉപയോഗിച്ച്. പക്ഷെ അങ്ങോട്ടൊന്നും ഈ ചെറുകിട കർഷകൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു 24 ഡിഗ്രി ചൂട് ക്രമീകരിച്ച് നമ്മുടെ നാട്ടിൽ അത് സ്വാഭാവികമാണ്. അതിന് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കേണ്ട കേസില്ല. അത് അതുപോലെ തന്നെ വന്നോളും. നമ്മൾ ഈ ഈർപ്പം ഹ്യൂമിഡിറ്റി 85% നിലനിർത്താൻ ശ്രമിക്കണം. എന്നാലേ നല്ല വിളവുകൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നനച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ 100 ബെഡ് ചെയ്യാൻ പോകുന്ന ആൾക്ക് ഫോഗർ പിടിപ്പിക്കുക എന്ന് പറഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടാപ്പിൽ നിന്ന് പൈപ്പ് കണക്ട് ചെയ്ത് ദിവസം ഒരു 2 നേരം നനച്ചു കൊടുത്താൽ തന്നെ ഈ വിഷയങ്ങൾ തീരേണ്ടതാണ്. വേനൽക്കാലത്ത് നല്ല ചൂട് വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ മാർച്ച് ഏപ്രിൽ പോലെയുള്ള കാലങ്ങളിലൊക്കെ നനയുടെ അളവ് കൂട്ടേണ്ടി വരും. അത് നമ്മൾ നനയുടെ അളവ് കൂട്ടണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളല്ല, പകരം ഷെഡിലെ ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും അളക്കുന്ന മീറ്റർ ഷെഡിനകത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഹ്യൂമിഡിറ്റി 80ലേക്ക് കുറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ 2 തവണത്തെ നന എന്ന ക്രമം മാറ്റി കൂടുതൽ സമയം നനയ്ക്കേണ്ടി വരും. അറക്കപ്പൊടിയിലെ കൂൺ കൃഷിയിലെ പ്രത്യേകത അത് വളരെ വേഗം അതിൽ നിന്ന് ഈർപ്പം വലിഞ്ഞു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് അറക്കപ്പൊടിയുടെ ബെഡുകളാണ് നിലവിലുള്ളതെങ്കിൽ അത് പെല്ലറ്റിലും ഇതുപോലെ ഏകദേശം ആ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരം ബെഡുകളുടെ നനയുടെ എണ്ണം കൂടേണ്ടി വരും തീർച്ചയായിട്ടും. ഈ 2 എന്നുള്ളത് 3, പിന്നെ അമിത വേനൽക്കാലത്ത് അതിൽ കൂടുതലും ഒക്കെ നനയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഒരു ഏകദേശ ക്രമീകരണം. പൊതു കർഷകർ വളരെ ലളിതമായിട്ട് കൃഷി ചെയ്യാൻ ആരംഭിക്കുന്ന കൂൺ കൃഷി പഠിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു തരാനുള്ളത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഷെഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് വരലിൽ അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഫാന് വെച്ചിരിക്കണം. അകത്തേക്ക് ശുദ്ധവായു കടന്നു വരാനായിട്ട് പുറത്തുനിന്ന് അകത്തേക്ക് വായു വലിക്കുന്ന എക്സോസ്റ്റ് ഫാനുകൾ 6.5-7 അടി ഉയരത്തിൽ സെറ്റ് ചെയ്തിരിക്കണം. മുകളിൽ വശങ്ങളിലും ആവശ്യമുണ്ടെങ്കിൽ വശങ്ങളിലും മൊസ്കിറ്റോ നെറ്റുകൾ അത് GIയുടെ തന്നെ സെറ്റ് ചെയ്തിരിക്കണം. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം കൊടുത്തിരിക്കണം. വെളിച്ചം കൊടുക്കാനായിട്ട് നമുക്ക് വാം വൈറ്റ് ട്യൂബുകളോ ബ്ലൂ കളറുള്ള ട്യൂബുകളോ അല്ലെങ്കിൽ ബൾബുകളോ ഒക്കെ ഉപയോഗിക്കാം. ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വാം വൈറ്റ് ആണ്.
ബ്ലൂ കളറുള്ള ബൾബുകൾ പലപ്പോഴും കീടങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില ആളുകൾ അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഓരോരുത്തരും കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അവരവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ വെളിച്ചവും കൂടി കൊടുത്ത്, വെളിച്ചം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ചെറുകിട ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരം ഒരു 5:30-നും 7-നും ഇടയ്ക്കുള്ള സമയം ഈ ലൈറ്റുകൾ ഓഫ് ചെയ്തിടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആ സമയത്താണ് ഈച്ചകൾ പോലെയുള്ള കൂണിനെ, പ്രത്യേകിച്ച് ഓയിസ്റ്റർ മഷ്റൂമിനെ കൂടുതലായി ആക്രമിക്കുന്ന പല ഈച്ചകളും, ആ ഈച്ചകളുടെ ആക്രമണം കൂടുതലുണ്ടാകുന്ന സമയം അതാണ്. ആ സമയത്ത് ലൈറ്റുകൾ കണ്ടാൽ അവർ വരും. എന്തൊക്കെ നമ്മൾ ചെയ്തു വെച്ചാലും എതിലെങ്കിലുമൊക്കെ അകത്ത് പ്രവേശിക്കും. അതുകൊണ്ട് ആ സമയത്ത് 5:30-ക്ക് ശേഷം ഒരു 7 മണി വരെ ഈ ലൈറ്റുകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇനി ഇതൊന്നുമല്ല, ഒരു പുതിയ ഷെഡ് അതിനു വേണ്ടി ഉണ്ടാക്കുന്ന ആളുകൾക്കും കൂടി ഈ വീഡിയോ പ്രയോജനപ്പെടണം. അപ്പം അത് പറയുമ്പോൾ 2-3 ഇഷ്ടികയുടെ GI പൈപ്പിലായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഷെഡ് നിർമ്മിച്ചുണ്ടാക്കുക. അപ്പോൾ 2-3 ഇഷ്ടിക അരിമിറ്റി പോലെ കെട്ടിയുണ്ടാക്കി, സിമെൻറ്റ് ഇഷ്ടികയാണ് ഉപയോഗിക്കേണ്ടത്. അത് കെട്ടിയുണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഗ്രീൻ നെറ്റുകൾ ഉപയോഗിക്കുന്ന രീതിയാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, അങ്ങനെ ഉണ്ടാക്കുന്ന ഷെഡുകളിൽ നിർബന്ധമായിട്ടും നേരത്തെ പറഞ്ഞ എലിയെ പ്രതിരോധിക്കാനുള്ള സംവിധാനം GI നെറ്റ് ഉപയോഗിച്ചിരിക്കണം. ഇവിടെ ഓർത്തൊരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ നിലവിലുള്ള റൂമുകളിൽ GI നെറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അത് ഉത്തരവുമായി നല്ല രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കണം. മേച്ചിലിൻ്റെ ഇടയിലൂടെ, കഴുക്കോലുകളുടെ ഇടയിലൂടെയാണ് കൂൺ ഷെഡിനകത്തോട്ട് തീർച്ചയായിട്ടും എലി പ്രവേശിക്കുക. അപ്പോൾ ഈ പറഞ്ഞ നെറ്റ് ഉത്തരത്തിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഉത്തരത്തിൻ്റെ അടിവശത്ത് എവിടെയെങ്കിലും ആണി വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് കയറാനായിട്ട് ഗ്യാപ്പ് ഉണ്ടാവുകയില്ല. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന അത്തരം ഷെഡുകളിൽ ഗ്രീൻ നെറ്റ് ഉപയോഗിക്കുമ്പോൾ അമിതമായി ചൂട് അകത്തേക്ക് കയറരുത്. അതുകൊണ്ട് 2 അതിലധികമോ ലെയർ ഗ്രീൻ നെറ്റ് ഉപയോഗിക്കണം. 90%-എങ്കിലും ഗ്രീൻ നെറ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു പുതുതായിട്ട് കൂൺ കൃഷി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ തുടക്കത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതുതായിട്ട് കൂൺ കൃഷി പഠിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊരു തുടക്കത്തിന് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വിളിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഏകദേശം ഈ രീതിയിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താനായിട്ട് നിങ്ങൾക്കൊരു 4000-5000 രൂപയാവും. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, കട്ടില എത്ര ചെറുതാണെങ്കിലും കാലുകൾ 4 എണ്ണം വേണ്ടി വരും. അപ്പോൾ കൂൺ കൃഷി ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളാണെങ്കിൽ ഇതുപോലെ ഒരു ഷെഡ് ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് ചെറിയ നഷ്ടമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഒരു 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ അയാൾക്ക് കൂൺ കൃഷിക്ക് ആവശ്യമായി, ഇത് കൂൺ കൃഷി പഠിക്കാൻ മാത്രം ഉതകുന്ന, തങ്ങളുടെ നാട്ടിൽ കൂൺ കൃഷിക്ക് വിപണി ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന, തങ്ങളുടെ ബന്ധുക്കളും അയൽവക്കക്കാരും കൂണിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് നോക്കിക്കാണാൻ പറ്റുന്ന ഒരു സംവിധാനം മാത്രമാണ്. ഈ കൃഷിയിലൂടെ അത് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ഒരു ആദായത്തിനു വേണ്ടി, നമുക്കൊരു തൊഴിലെന്ന നിലയിൽ കൂൺ കൃഷി ചെയ്യാനായിട്ട് ഇപ്പോൾ പറഞ്ഞ ഈ മാർഗം പര്യാപ്തമല്ല തന്നെ. പക്ഷേ കൂൺ കൃഷി പഠിക്കുന്നത് ഇത്തരം ഒരു ചെറിയ സംവിധാനത്തിൽ നിന്നാവുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടും കൂടി, അതായത് ഇത് കൂൺ കർഷകന് പര്യാപ്തമല്ലെന്ന് പറയുകയും കൂൺ കൃഷി പഠിക്കാൻ ഇതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്: കൂൺ കൃഷി ചെയ്യാൻ തന്നെ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെടാൻ ഇറങ്ങിയ ആളാണെങ്കിൽ നിങ്ങൾ നമ്മുടെ പാരമ്പര്യ രീതിയിലുള്ള കുറച്ചുകൂടി വലിയ ഒരു ഷെഡ് തൽക്കാലത്തേക്ക് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഒരു അരികിൽ ഈ പറഞ്ഞതുപോലെയുള്ള ചെറിയ രീതിയിലുള്ള 100 ബെഡ് ഒരു കൂൺ കൃഷി 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് നിങ്ങൾക്കൊരു ധൈര്യം വരുന്നതുവരെ ആരംഭിച്ച് കൂൺ കൃഷി, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ കൂൺ കൃഷി എന്ന ആ ഒരു പ്രവൃത്തി നമ്മുടെ കൈകളിലും മനസ്സിലേക്കും എത്തുന്നതുവരെ ചെറിയ രീതിയിൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടി വലിയ പാരമ്പര്യ രീതിയിലുള്ളൊരു ഷെഡായിരിക്കും ഉചിതം. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ